ഏവർക്കും നിഷ്പ്രയാസം ഉണ്ടാക്കാവുന്നതും സ്വാദിഷ്ടവുമായ സാൻഡ്വിച്ചാണ് ഇന്നത്തെ വിഭവം. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡിൻ്റെ 4 മൂലയും കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ പീസ് നല്ലപോലെ പരത്തിയെടുക്കുക. നമ്മുടെ സാൻഡ്വിച്ചിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാഗി. അത് വേവിച്ച ശേഷം മാറ്റിവെക്കുക. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് പരത്തി വെച്ച ബ്രെഡിൻ്റെ 2 പീസ് മൈദാമാവിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൈദാമാവിൽ ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാഗി നടുക്ക് ഫില്ല് ചെയ്ത് 3 വശവും മൈദമാവ് കൊണ്ട് ഒട്ടിക്കുക. അതിനുശേഷം ചൂടാക്കിയ ഒരു പാനിൽ ബട്ടറോ എണ്ണയോ ഒഴിച്ച ശേഷം മുരിച്ചെടുക്കുക. രണ്ട് വശവും മുരിച്ച ശേഷം നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച് പ്ലേറ്റിലേക്ക് മാറ്റുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഈ സാൻഡ്വിച്ച് മികച്ച ഒരു 4 മണി പലഹാരമാണ്.